ഇങ്ങനെ പട്ടി പേയാണെന്നും പറഞ്ഞ് തോട്ടൊക്കെ നമ്മളെ ആളുകൾ വിളിച്ചിരുന്നു. അതനുസരിച്ച് ഇവിടെ വന്നപ്പോഴാണ് പട്ടി 4 പേരെ കടിച്ചെന്നാണ് അറിഞ്ഞത്. ഒന്ന് കറിക്കത്തി കൊണ്ട് നടക്കുന്ന മോർച്ച വയ്ക്കാനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ കടിച്ചത് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബാക്കി 2 പേരെയും കൂടെ കടിച്ചെന്നറിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പത്രത്തിലും പരസ്യം കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുഞ്ഞുമോൻ എന്ന ആളാണ്, അയാൾ തോട്ടക്കത്ത് ഷെഡ് കെട്ടി കിടക്കുന്ന ആളാണ്. അയാളുടെ ഷെഡിനകത്താണ് ഈ പട്ടി കിടക്കുന്നത്. അപ്പോൾ ഈ പട്ടി കടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് എയ്ഡായിട്ട് നമ്മളപ്പോൾ തന്നെ വൈക്കത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി വാക്സിനേഷൻ എടുത്ത് കൊണ്ടുവരികയും ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അയാളുടെ പെങ്ങൾ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേരെ എടുക്കാൻ വേണ്ടി നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പത്രത്തിലും ചാനലിലും ഒക്കെ അറിയിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവർ പോയി കാണുമെന്നാണ് എൻ്റെ ഒരു ധാരണ. വീണ്ടും ആ പട്ടി കടിച്ച ഒരു പട്ടിക്ക് ഇന്ന് ചൊവ്വാഴ്ച ആയി എപ്പോഴത്തേക്കും ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ പട്ടിയെ പിടിക്കുന്ന ആളില്ലാത്തതുകൊണ്ട് നമ്മൾ പുന്നപ്പുറയിൽ നിന്നാണ് ഇപ്പോൾ ആളെ വരുത്തിയിരിക്കുന്നത്. സമീപത്തുള്ള 1-2 പട്ടികളെയും ഒരു പൂച്ചയൊക്കെ കടിച്ചായിട്ട് സംശയം പറയുന്നുണ്ട്. അതിനുമൊക്കെ വന്ന സെക്രട്ടറിയും CCMO അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പട്ടിക്ക് ബാക്കിയുള്ള പട്ടികൾക്കും കൂടെ വാക്സിനേഷൻ നൽകുന്ന നടപടി നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും.